ഒറ്റ മിനിറ്റ്, നിങ്ങൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി 1-2 മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്കത് വെറുതെ ആവില്ല. യു വിൽ ഗെറ്റ് സം ബെനിഫിറ്റ്. നമുക്കെല്ലാവർക്കും നമ്മളെ ലൈഫിനെ പറ്റി നല്ലൊരു ധാരണയും നല്ലൊരു പിക്ചറുണ്ട് അല്ലേ? ആ ഒരു പിക്ചറെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചാലോ? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു എംപ്റ്റിനെസ് ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടൽ എന്തായാലും ഉണ്ടാവില്ലേ? അതിനൊരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ വി ഡോണ്ട് നോ വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് അവർ ലൈഫ്. നമ്മളെന്തിനാണ് ജീവിക്കുക നമുക്കറിയില്ല. ജീവിതത്തിൻ്റെ ഒരു ഒഴുക്കിൽ നമ്മളിങ്ങനെ പോവാണ്. ആൻഡ് വി ഡോണ്ട് നോ ഹൗ ടു ലിവ് എ ലൈഫ്. എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പോലും നമുക്കറിയില്ല. ഇതിനെ വളരെ വ്യക്തവുമായ രീതിയിൽ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ പറയുന്നുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅമൽ ലിദുനിയാക കഅന്നക തഈശു അബദാ ഇഅമൽ ലിആഖിറതിക കഅന്നക തമൂതു ഗദാ. എത്ര മനോഹരമാണല്ലേ! ഈ നശ്വരമാകുന്ന നശിച്ചു പോകുന്ന ഈ ഒരു ദുനിയാവിൽ കാലാകാലം ജീവിക്കുന്ന ഒരാളാണ് നിങ്ങൾ എന്ന രീതിയിൽ നിങ്ങൾ അമൽ ചെയ്യുക, നിങ്ങൾ പ്രവർത്തിക്കുക. അതിനർത്ഥം നിങ്ങളൊരു അത്യാഗ്രഹി ആവണമെന്നല്ല. നിങ്ങൾക്ക് വേണ്ട സുഖസൗകര്യങ്ങൾ, പണം, വണ്ടി, നല്ല ഹെൽത്തി റിലേഷൻഷിപ്പ്, മാതാപിതാക്കൾ, സ്വാലിഹ്യങ്ങളായ മക്കൾ, ഇതൊക്കെ വേണം. പക്ഷേ കാര്യങ്ങളുടെ കിടപ്പ് കിടക്കുന്നത് 2ാമത്തെ ഫേസിലാണ്. അതായത് അമൽ ആഖിറതിക കഅന്നക തമൂതു ഗദാ. നാളെയാണ് നിങ്ങളുടെ മരണമെങ്കിൽ നിങ്ങളതിൽ സന്തുഷ്ടനാണോ? നിങ്ങളതിന് തയ്യാറാണോ? തീർച്ചയായും അല്ല അല്ലേ? കാരണം ധാരാളം ഹറാമുകൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. കുറേ നിസ്കാരങ്ങൾ ഖളാ വീട്ടാനുണ്ട്, കടബാധ്യതകളുണ്ട്, സക്കാത്ത് കൊടുത്തു വീട്ടാനുണ്ട്, ധാരാളം പലിശകൾ കഴിച്ചിട്ടുണ്ട്. അള്ളാഹുവിനോട് ഇന്നേ വരെ തൗബ ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ ധൈര്യപ്പെടാനാണല്ലേ? പക്ഷെ അതേസമയം നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിവേഴ്സായെന്ന് ചിന്തിച്ച് നോക്കൂ. നമ്മൾ നല്ലവണ്ണം വിശ്വസിച്ച ആളുകൾ നമ്മൾ ചതിക്കൂല, നമുക്ക് വഞ്ചന ഉണ്ടാവില്ല, നമ്മളാരെയും കളിയാക്കൂല, വെറുപ്പുണ്ടാവില്ല, വിദ്വേഷം ഉണ്ടാവില്ല, കട ഉണ്ടാവില്ല. ധാരാളം സ്വാലിഹായ അമലുകൾ കൊണ്ട് നമ്മൾ നമ്മളെ സമയങ്ങളായി ചെലവഴിക്കും. മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കും. കാരണം നമ്മൾ നാളെ മരിക്കാൻ പോവാണ് അല്ലേ? ഈ ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിജയിക്കും. അങ്ങനെ നമ്മൾ വിജയിക്കുള്ളൂ. സോ അതിനു വേണ്ടി പരിശ്രമിക്കുക. ഈ ഒരു വീഡിയോ ആർക്കെങ്കിലും ഉപകാരമാകും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഓർക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താലേ. ഇൻഷാ അല്ലാഹ്.